റേറ്റ് വാങ്ങുന്നത്. എനിക്ക് എൻ്റെ അനുഭവം വേറെയാണ്. ഞാൻ ഒരു ലണ്ടനിലുള്ള ഒരാൾ വഴി പുള്ളിയെ പരിചയപ്പെട്ടു. ഞാൻ എന്നിട്ട് പുള്ളിയെ കാണാൻ, പിന്നെ ഷിബു എന്നാണ് പേര്, ഷിബു ലോറൻസ്. പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയും പുറത്ത് എന്ന സ്ഥലത്ത് പോവുകയും ഒറ്റനോട്ടത്തിൽ തന്നെ പുള്ളി എനിക്ക് കാഴ്ചയിൽ ബോധ്യപ്പെട്ടു, നല്ലതാണെന്നാണ് തോന്നി. അപ്പം പുള്ളിയും ഞാനും കൂടി അവിടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. വാട്ടർമാൻ ടൈൽസ് PTY ലിമിറ്റഡ് എന്നുകൊണ്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. എനിക്ക് 35%, പുള്ളിക്ക് 65% ഷെയർ. അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്തു. ഞാൻ തിരിച്ചു വരികയും പിന്നെ എൻ്റെ ഒരു പാർട്ട്ണറുണ്ട്. ആ പാർട്ട്ണറുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം പുള്ളിക്കെതിരെ അവിടെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് അയക്കുകയും പുള്ളി മെൽബൺ ക്രിക്കറ്റ് കാണാൻ പോയതാണ്. അങ്ങോട്ടേക്ക് പുള്ളിയും കണ്ട് ബോധ്യപ്പെടുകയും അങ്ങനെയാണ് നമുക്ക് തുടങ്ങാം, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് 15 കണ്ടെയ്നർ ഞാൻ അയച്ചു. 15 കണ്ടെയ്നർ അവിടെ എത്തുകയും അതിൽ പിന്നെ ഒരാഴ്ച 2 ആഴ്ച എനിക്ക് മെയിൽ വന്നു, കുറച്ച് ടൈൽസ് കംപ്ലൈൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ, ടൈൽസാണ്, ചിലപ്പോൾ കംപ്ലൈൻറ്റ് വന്നേക്കാം. എൻ്റെ ഒരു ബ്രാൻഡിന് കംപ്ലൈൻറ്റ് വളരെ കുറവാണ്. കാരണം ഞാൻ കേരളത്തിൽ വാട്ടർമാൻ ടൈൽസിൻ്റെ ബ്രാൻഡ് കേരളത്തിൽ ആദ്യമായിട്ട് സപ്ലൈ ചെയ്തത് നമ്മൾ അറിയപ്പെടുന്ന മഹാനായ എന്ന് പറഞ്ഞാൽ ലാൽ സാറിൻ്റെ വീട്ടിലേക്കാണ്. ലാൽ സാറിൻ്റെ ദേവര വീട് റിന്യൂവേറ്റ് ചെയ്യുമ്പോൾ ലാൽ സാറിൻ്റെ കൺസൾട്ടായ ദിനേശ് സാർ വഴിയാണ് ഞാനവിടെ സപ്ലൈ ചെയ്തത്. പിന്നെ രണ്ടാമത് ഞാൻ സപ്ലൈ ചെയ്തത് ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ട്രിവാൻഡ്രത്തിലെ അവിടത്തേക്കാണ് 2 കണ്ടെയ്നർ സപ്ലൈ ചെയ്തത്. ഞാൻ അവരെ ഇന്ന് രാവിലെ ദിനേശാട്ടിനെ വിളിച്ചു, മുതുകാട് സാറിന്. അപ്പോൾ ടൈൽസ് പെർഫെക്റ്റ് ആണ്, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകും. ചില സ്ഥലത്ത് കംപ്ലൈൻറ്റ് വന്നേക്കാം, അതൊന്നും പറഞ്ഞില്ല. ഓക്കെ, നമ്മൾ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നിങ്ങളത് മാറ്റി വെക്കും, ഞാൻ തിരിച്ചെടുക്കാം. പുള്ളി അതിന് സമ്മതിച്ചില്ല. പുള്ളി പറഞ്ഞു ഒരു 16 കണ്ടെയ്നർ കൂടി താഴതിൻ്റെ കൂടെ നമുക്കിത് ഒരുമിച്ച് വെക്കാം. ഞാനത് വിശ്വസിച്ച് 16 കണ്ടെയ്നർ അയച്ചു. ഇതൊക്കെ നമ്മൾ സപ്ലയർക്ക് പൈസ കൊടുക്കാനുണ്ട്. പിന്നെ നമ്മളിത് ബിസിനസ് പറയുമ്പോൾ ഇവിടുന്ന് വാങ്ങി അവിടെ വെക്കും. ഞാനൊരു മാനുഫാക്ചറല്ല, ഞാനൊരു ട്രേഡർ മാത്രമാണ്. 16 കണ്ടെയ്നർ കൂടി വാങ്ങി ഞാൻ പുള്ളിക്ക് അയച്ചു. അയച്ച സമയത്ത് അന്ന് ഞാൻ പിന്നെ ഈ 16 കണ്ടെയ്നർ അയച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് പോയി. ആ പോയ സമയത്ത് പുള്ളിക്ക് ഒരു കോൾ വന്നു. ഒരു തൃശ്ശൂർ സ്വദേശിയായ ഒരു സിനിമ നിർമ്മാതാവാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞത് പുള്ളി എനിക്ക് വേണ്ടിയിട്ട് ഫോൺ തരാൻ പറഞ്ഞു. അപ്പം പുള്ളി ഫോൺ തന്നു. എന്നോട് നിങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ പുള്ളിയെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, മുരളി, നീ പുള്ളാള് ഭയങ്കരമായ മോശമാളാണ്, നീ അവരുടെ ബിസിനസ് ചെയ്യരുത്. അവർ എന്നോട് പറഞ്ഞത് 5-10 കോടി 5-10 കോടി വാട്ടർമാൻ മുരളിക്ക് കൊടുത്തിട്ടുണ്ട്, ഇതുവരെ സാധനം സപ്ലൈ ചെയ്തിട്ടാണ് എന്നോട് പറഞ്ഞത് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് വൈകുന്നേരം ഭയങ്കര മൂടപ്പോയി. പിന്നെയും ഞാൻ ഈ കക്ഷി വിശ്വസിച്ചു, ഇത് അയാൾ പറഞ്ഞ കളവായിരിക്കും. അപ്പം ഈ ഷിബു എന്നോട് എന്താ പുള്ളിയായിട്ട് നിങ്ങൾക്ക് മൂടപ്പോയി. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ന്യൂസ് കിട്ടി, അതൊക്കെ ഭയങ്കര ഫീൽ ചെയ്തു. കാരണം നിങ്ങളുടെ ഒരു പൈസ പോലും തന്നിട്ടില്ല. അതിന് നിങ്ങൾ പറഞ്ഞു 5-10 കോടി എൻ്റെ കയ്യിലുള്ള, ഞാൻ നിങ്ങൾക്ക് ടൈൽസ് തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് മുന്നോട്ട് അത് വെറുതെ പറഞ്ഞാണ്, അങ്ങനെയാണെങ്കിലാണ് ഓക്കെ സമ്മതിച്ചു. ഞാൻ തിരിച്ചു പോകാൻ നേരം 1-2 മലയാളികൾ എന്നെ കാണാൻ വന്നു. എൻ്റെ അതായത് വെള്ളം സിനിമയൊക്കെ അറേഞ്ച് ഞാൻ ഓസ്ട്രേലിയയിൽ 2 കാലത്ത് കാണാൻ വന്നതാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ഇവിടുത്തെ ബിസിനസ് എങ്ങനെ പോകുന്നു, ആരായിട്ടാണ് ബിസിനസ്? നമ്മൾ ഷിബു എന്ന് പറഞ്ഞാൽ ഏത് ഷിബു? ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇയാളെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടാണോ ഇവിടെ ബിസിനസ് തുടങ്ങിയത്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു റെഫറൻസ് എനിക്ക് കിട്ടിയ റെഫറൻസ് നല്ലതായിരുന്നു. അപ്പോൾ പറഞ്ഞു അത് ശരിയാവില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിൻ്റെ പരിപാടി നോക്കിയപ്പോൾ ആളെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരായിട്ട് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരാളെ കമ്പ്യൂട്ടർ നന്നാക്കാനായിട്ട് പോയി ഈ ഷിബു കുറച്ച് വർഷം മുന്നേ. അപ്പം കമ്പ്യൂട്ടർ നന്നാക്കാനായിട്ട് പോയിട്ട് പുള്ളി സഹതാപം പിടിച്ചു കയറി അവിടെ ഒരു ജോലി, പുള്ളിയുടെ കമ്പനിയിൽ ജീവനക്കാരനായി ജോലി ചെയ്തു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവിടുത്തെ എല്ലാ ജീവനക്കാരെയും ഹൈജാക്ക് ചെയ്തിട്ട് പുള്ളി ഇതേപോലെ ഒരു കമ്പനി തുടങ്ങി. ആ വ്യക്തിക്ക് 50 കോടിയോളം, അതായത് ഇന്ത്യൻ മണി 50 കോടിയോളം നഷ്ടം വന്നിട്ടുണ്ട്.
പിന്നെ ഒരുപാട് ആൾക്കാരെ പിന്നെ വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് ഫാമിലി എടുക്കുന്നവിടെ, ഒരുപാട് മലയാളി ഫാമിലി എടുക്കുന്നവിടെ സിനിമയിലേക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് ചീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പുള്ളിക്കെതിരെ 3 FIR 4 FIR കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്മിത പര്യാപ്തത ചെയ്തത്, അത് ഒരു സിനിമാ നിർമ്മാണ കമ്പനിയിൽ പിന്നെ അയാളെ പിന്നെ വൗ സിനിമാതിലെ സിനിമാ കമ്പനി പാർട്ട്ണറാണെന്നും പറഞ്ഞ് പുള്ളിൻ്റെ 28 ലക്ഷം രൂപ മേടിച്ചു. ചോദിച്ച സമയത്ത് തിരിച്ചു കൊടുത്തില്ല. അപ്പം അതിൻ്റെ ഇതിലൊരു കേസ് നടക്കുന്നുണ്ട്. ഈ വൗ സിനിമേൻ്റെ ആള് സന്തോഷ് എന്ന് പറഞ്ഞ ആള് നിങ്ങൾക്കറിയാം, കുഞ്ഞാമണി ഹോസ്പിറ്റലൊക്കെ നിർമ്മിച്ച ആളാണ്. പുള്ളി ഒരു FIR ഹാർഡ്വാറട്ടം, അതായത് പുള്ളിയുടെ പേര് പറഞ്ഞ് പുള്ളിയുടെ മാനേജറാണ് ശിവകാർ. അപ്പോൾ ആ പേര് പറഞ്ഞിട്ടാണ് പുള്ളി പലയിടത്തും പാർട്ട്ണറെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കേസ് നടക്കുന്നുണ്ട്. ഇപ്പം 3 FIR കേരളത്തിൽ പുള്ളിക്കെതിരെ നടക്കുന്നുണ്ട്. എൻ്റെ കേസ് എന്തായാലും അത് പിന്നെ ഞാൻ 2 ദിവസം മുന്നേ അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. കാരണം 1 കോടിക്ക് മുകളിലാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നില്ല നിയമമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ സിനിമ ഓവർസീസ് റൈറ്റ്സ് പൈസ പലയാളും കൊടുക്കുന്നത് ഇവിടുന്ന് വിസ തരാമെന്ന് പറഞ്ഞിട്ട് അവരാണ് ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നത്. കാരണം പുള്ളി ഓസ്ട്രേലിയൻ സിറ്റിസണാണ്. പുള്ളിക്ക് ഇവിടെ NRI അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ പാടില്ല. പുള്ളിയുടെ NRI അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഇവിടെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര പുള്ളി പിന്നെ ഒന്നും നിയമപരമായി ചെയ്യുന്നില്ല. എൻ്റെ ടൈൽസ് അവിടെ മോശമെന്ന് പറഞ്ഞ ടൈൽസ് ഞാൻ ഇപ്പോഴും ഇത്രയും മാധ്യമങ്ങളുടെ മുമ്പ് ഞാൻ പറയുന്നു, കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ ടൈൽസ് ഒന്നും അവർ ഒരു കണ്ടെയ്നർ മറ്റോ വിറ്റുന്നാണ് പറഞ്ഞത്. ഏതോ ഒരു യൂട്യൂബേഴ്സ് അവിടെ പോയിരുന്നു. അയാളെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അയാളെ പോലെയൊക്കെ നമ്മളുള്ള വ്യത്യാസം ഉണ്ടാവും. അയാൾ പറഞ്ഞത് പണ്ട് പുള്ളിയുടെ കല്ല് പിടിച്ചിട്ട് പട്ടി നക്കിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി യൂട്യൂബിൽ പറഞ്ഞത്. ഇവിടുത്തെ കുറച്ച് കാശുണ്ടാക്കിയെന്നോ. ഞാൻ കുടിച്ച് ഒരുപാട് തെരുവിൽ കിടന്ന ആളാണ്. ചിലപ്പോൾ പട്ടി നക്കിയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ എൻ്റെ അബോധാവസ്ഥ ചിലപ്പോൾ പട്ടി നക്കിയിട്ടുണ്ടാവും. ഞാൻ അത്രമാത്രം മോശമായിരുന്നു ഒരു കാലത്ത് മദ്യപിച്ചിട്ട്. അത് പറഞ്ഞാൽ എനിക്ക് ഒരു പേടിയില്ല, ഒരു മടിയുമില്ല. പക്ഷേ ആ പറഞ്ഞത് കൊണ്ട് ഒരുപാട് ആൾ ഇന്ന് മദ്യപിക്കാൻ എടുക്കുന്നുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമ കണ്ട് ഒരുപാട് ആൾ മദ്യപിക്കാൻ എടുക്കുന്നുണ്ട്. അതൊന്നും ആ പുള്ളി പറഞ്ഞത് വളരെ ഒരാളെ മാക്സിമം എങ്ങനെയാണ് ഹറാസ്മെന്റ് ചെയ്യേണ്ടത് പറഞ്ഞത്. പട്ടി നക്കിയൊക്കെ പറഞ്ഞാൽ, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാനതിനെതിരെ പുള്ളിക്ക് പരാതിയും കൊടുക്കാൻ പോകുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ പുള്ളി ഒന്നും അറിയില്ല. പുള്ളി അവിടെ പോയി എന്താണോ ഈ ശിവുവിൻ്റെ കിട്ടിയ ഇൻഫർമേഷൻ അത് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് സത്യാവസ്ഥ അറിയില്ല. പിന്നെ പുള്ളിയുടെ പല ആൾക്കാരും സിനിമാ മേഖലയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കും ഇപ്പോഴും സത്യം മനസ്സിലായിട്ട് എനിക്ക് അത്ഭുതത്തോടെ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇവരെന്തിനാ പിന്നെ ഇയാളുടെ കാര്യത്തിൽ ഇടപെടുന്നത്. കാരണം പരിയാരം പോലീസ് ഈ കേസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചമ്പക്കുളത്ത് പോയി. അന്വേഷണ സമയത്തും പോലീസുകാർക്ക് കിട്ടിയ വിവരം ഭൂലോക ഫ്രോഡാണെന്ന് ഇയാളാണ്. കാരണം എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഈ സമൂഹം മുഴുവൻ കളവറന്നായിരിക്കണം ഇയാൾ ശരിയാണെങ്കിൽ. എൻ്റെ പൈസ 1,60,00,000 രൂപ എനിക്ക് കിട്ടാനുണ്ട്. എനിക്ക് ഓഷൻ ഫ്രൈൻ്റെ പൈസ പിന്നെ ഒരു $12,000 മാത്രം എനിക്ക് തന്നിട്ടുള്ളൂ. എനിക്ക് ആ പൈസ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ പുള്ളി അനധികൃതമായിട്ട് ചമ്പക്കുളം റിസോർട്ട് നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെയും ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഇതാണ് എനിക്ക് ഉണ്ടായ പിന്നെ ദുരനുഭവം. കാരണം പുള്ളി എന്നെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എൻ്റെ ബ്രാൻഡ് വാട്ടർമാൻ ഡെൻസിലെ ബ്രാൻഡ് ഇപ്പം അമേരിക്കയിൽ പോകുന്നുണ്ട്. അമേരിക്കയിൽ ഇപ്പം എൻ്റെ പാർട്ണറായ പ്രിയനും ജോബിനുമാണ്. അപ്പോൾ അതേപോലെ ഓസ്ട്രേലിയയിലുണ്ട്, അഡ്ലൈഡിൽ പാർട്ട്നേഴ്സ് ഉണ്ട്, സുനിൽ, പ്രീതി. അവരോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം നമ്മുടെ ബ്രാൻഡിന് കംപ്ലൈൻറ്റ് ഉണ്ടോന്ന്. ഞാൻ ഒരുപാട് രാജ്യങ്ങൾ 10-35 രാജ്യങ്ങൾ പിന്നെ സാധനം കയറ്റി അയക്കുന്നുണ്ട്. 2-3 ചതികൾ പറ്റിയിട്ടുണ്ട്. കാരണം ബിസിനസ്സാണ് പറയുമല്ലോ, നമ്മൾ ആൾക്കാരെ മലയാളികൾ വിശ്വസിച്ചിട്ട് പോയിട്ട് കുറച്ച് കടം കൊടുത്ത് മീഡിയയിൽ കുറച്ച് പൈസ പെട്ടിട്ടുണ്ട്. പിന്നെ റഷ്യയിലുണ്ട്. അതിലൊക്കെ ഞാൻ പിന്നെ ഇതിൻ്റെ ബാക്കിൽ പോകാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇവരൊക്കെ ഞാൻ പിടിക്കും. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അയാൾ എൻ്റെ ബ്രാൻഡിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. ആ ബ്രാൻഡ് മോശമായി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് we have got these tiles from Waterman Tiles and very beautiful, and as
പത്തിലല്ലേ അയാൾ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് വിൽക്കാൻ പറ്റാത്ത സാറേ ഇത്. ഇതൊരാളെ പറഞ്ഞത്. Some information about the tiles that we put forward in Connington. These are beautiful tiles. The tiles are so amazing to the extent that it shows the beauty of the house. So yeah, that's so this is a way to 2 rooms of land. എല്ലാവരും കാണുന്നില്ലേ? ഇതാണ് അവിടെ ഒരു യൂട്യൂബർ പോയിട്ട് പറഞ്ഞത്. യൂട്യൂബർ അങ്ങനെ മോശമായി പറഞ്ഞല്ലേ, ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ ആൾ പോയിട്ട് പറഞ്ഞത് ഇത് മുഴുവൻ കംപ്ലൈൻറ്റിൻ്റെ സാധനമാണെന്ന്. അവിടെ സ്റ്റോക്ക് ഉണ്ട്. അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഈ ടൈൽസ് പറഞ്ഞ സാധനം ഒറ്റയടിക്കുന്ന വിറ്റുപോകാൻ മെല്ലെ മെല്ലെ വിറ്റുപോകുന്ന സാധനമാണ്. ഞാനായിട്ട് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ ഇതാണ്. പിന്നെ ഏറ്റവും വലിയ ചതി ചെയ്യുന്നത് ഈ 16 കണ്ടെയ്നർ ഞാൻ അവിടെ അയക്കുമ്പം ഞാൻ ഇത്തിരി ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഈ ആസിക് എന്ന് പറയും, പിന്നെ ഓസ്ട്രേലിയയിൽ ഈ ആസിക് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയും രജിസ്റ്റർ ചെയ്യും. അതിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അറിയാതെ എൻ്റെ കൺസേണോ എൻ്റെ സമ്മതമോ അറിവോ ഇല്ലാതെ എന്നെ ആ കമ്പനി ഇയാൾ റിമൂവ് ചെയ്തു. അപ്പം ഞാൻ ഈ 16 കണ്ടന്റ് അയക്കുമ്പോഴത്തേക്ക് ഞാൻ വെറും പിന്നെ പുള്ളി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. പുള്ളിനെ മുന്നേ ഇപ്പോൾ ABF 6 മണിക്കൂർ പിന്നെ എയർപോർട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് തട്ടിപ്പുകൾ പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാമെന്ന് ചോദിക്കാം. അതെ അതെ അതെ. റിമൂവ് ചെയ്യാൻ പാടില്ല. അത് റിമൂവ് എൻ്റെ ഇമെയിലോ എൻ്റെ അറിവോ സമ്മതം വേണം. എന്നാലും വേറെ പാർട്ട്ണർ ആഡ് ചെയ്യാനും പറ്റും, എന്നെ റിമൂവ് ചെയ്യാനും പറ്റും. അത് എൻ്റെ കൺസേൺ മേടിച്ചിട്ടാണ് പുള്ളി. എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആസിക് രജിസ്ട്രേഷൻ എഗ്രിമെന്റ് ഉണ്ട്, MOU ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്കെതിരെ പരാതി അറിയില്ല കൊടുത്തിട്ട്. ഞാൻ ഒരു 10 ദിവസം US-ലായിരുന്നു. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് എന്തോ വക്കീൽ നോട്ടീസ് വന്നിട്ട് വൈഫ് വിളിച്ച് പറഞ്ഞിട്ട് പോയി നോക്കണം. എനിക്ക് 1,60,00,000 മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞു ഒരു 50 കോടിയുള്ള ഒരു കമ്പനിയിൽ പുള്ളി ചീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ നിന്ന് പുള്ളി പൈസ മേടിച്ച് തിരിച്ചു കൊടുത്തില്ല. ഇതൊക്കെ അവിടുന്ന് കിട്ടിയ അറിവാണ്. അവരൊക്കെ പേടിച്ചിട്ടാണ് മുന്നിൽ വരാണ്ടിരിക്കുന്നത്. 31 കണ്ടന്റ്. അതെ അതെ. തിരിച്ചയച്ചില്ല, അവിടെ തന്നെ ഉണ്ട്. അതും ഫേസ്ബുക്കിൽ പരസ്യം ചെയ്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നു. ഇപ്പോഴും പരസ്യം ചെയ്ത് കൊടുക്കും കംപ്ലൈന്റ് ആയ ടൈൽസ്. ഞാൻ പറഞ്ഞ ടൈൽസാണ് കംപ്ലൈന്റ് ഉണ്ട്. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. നമുക്ക് അതിനെന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് സാധനം കൊടുക്കാം. ഞാനത് അങ്ങനെയാണ് പോയത്. അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാൻ പോയത്. അപ്പോൾ പറഞ്ഞ 16 കണ്ടുകൊണ്ട് നമുക്ക് അയച്ചാൽ നമുക്ക് എല്ലാ പ്രശ്നവും തീർക്കാം. ചതിന്റെ മുകളിൽ പിന്നെയും ചതിച്ചു. ഇപ്പോഴവർ പരസ്യം ചെയ്ത് കൊടുക്കും. എന്നെ പരിചയപ്പെടുത്തിയത് സത്യമാണ് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. വെള്ളത്തിൻ്റെ ഒക്കെ ഒരു പിന്നെ വളരെ നല്ല മനുഷ്യനാണ് പുള്ളി. എന്നെ ഒരുപാട് മെൻ്റലി ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ബിജു തോരണത്തിൽ നിന്നാണ്. പുള്ളീൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ. പുള്ളി പറഞ്ഞിട്ടാണ് ഈ പുള്ളിൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത്. എല്ലാവരും ചെകഞ്ഞു നോക്കാൻ പറ്റില്ലല്ലോ. അത് ഞാൻ പഠിച്ചു. പിന്നെ എൻ്റെ പാർട്ണർ ഞാൻ അയച്ചു. അവൻ ഒരു കമ്പനി ഫിനാൻസ് മാനേജറാണ്. പിന്നെ ഓസ്ട്രേലിയ അങ്കോളയിലായിരുന്നു. അവനും ഞാൻ അയച്ചു. അവനും പറ്റി തെറ്റ്. ഓസ്ട്രേലിയ ഇപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഈ കമ്പനി പുറത്താക്കിയതിന് ഒരു പരാതി അവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അവിടത്തേക്ക് വളരെ വെള്ളപ്പോക്കാണ്. ഇപ്പം പുള്ളി കാണിച്ചത് പുള്ളിക്കെതിരെ കേസും ഇല്ല, ഒന്നുമില്ല. പുള്ളി പിന്നെ എല്ലാവർക്കും കുറേ കാഴ്ച കൊടുത്തു. എനിക്ക് ഞാൻ ഒരു കേസും എൻ്റെ പേരിലാണ്. പക്ഷെ പുള്ളിയുടെ പേരിൽ കേസുണ്ടോ ഇല്ലയോ എന്ന് ഓസ്ട്രേലിയൻ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് എന്തായാലും കണ്ടെത്തുന്നതാണ് നമ്മുടെ വിശ്വാസം. ഞാനിപ്പോഴും ഒറ്റൊരു കാര്യം പറഞ്ഞില്ല. പുള്ളി ആ പിന്നെ അതിൽ 1.5 കണ്ടെയ്നർ, ഒരു കണ്ടെയ്നർ 1.5 കണ്ടെയ്നർ വിട്ടത് മറ്റേ
അവിടെ പോയ യൂട്യൂബിൻ്റെ ആൾ പറഞ്ഞത് മിനിമം 7 or 8 കണ്ടന്റ് അവിടെ വിറ്റിട്ടുണ്ട്. ഇല്ലേ ഞാൻ ഒരു പൈസയും പുള്ളി തരണ്ട. ഞാൻ നിങ്ങളെല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഞാൻ പറയുന്നത്. പിന്നെ ഈ സിനിമേൻ്റെ ഓവർസീസ് ഫണ്ട് പുള്ളി കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ വിസ തരാമെന്ന് പറഞ്ഞിട്ട് ചിലർക്ക് വിസ കൊടുക്കുന്നുണ്ട്, ചിലർക്ക് അവിടെ ജോലിയിലാണ് കഷ്ടപ്പെട്ടിട്ട് വിസ കൊടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇത് പേടിച്ചിട്ട് പുറത്ത് വരുന്നില്ല ആൾക്കാർ. അപ്പോൾ ഇവരാണ് ഇവിടുത്തെ പല സിനിമകൾക്കും ഫണ്ട് കൊടുക്കുന്നത്. ഇതുവഴിയാണ് ഫണ്ട് കൊടുക്കുന്നത്. ഈ ഇവിടെ വിസ തരാമെന്നിട്ട് അവർ ഒരു വിസക്ക് 50 മുതൽ 75 ലക്ഷം രൂപ മേടിച്ച് പുള്ളി മേടിക്കുന്നുണ്ട് ഒരു വിസക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സത്യത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുക, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശമായ കാര്യം പറഞ്ഞു തന്നതാണ്. എനിക്ക് നാളെ ചിലപ്പോൾ ഇതേപോലെ ഇപ്പം തന്നെ ഞാൻ പറയാം, എനിക്ക് ഒരുപാട് അധികം പാർട്ട്നേഴ്സൊന്നുമില്ല, 3-4 പാർട്ട്നേഴ്സ് ഉണ്ട്. US അമിത്, പിന്നെ കാനഡയിലെ രൂപേഷ്, പിന്നെ അങ്ങനെ കുറച്ച് 2-3-4 പാർട്ട്നേഴ്സ് എനിക്കില്ലോ. പിന്നെ എൻ്റെ പഴയ കുറച്ച് പാർട്ട്നേഴ്സെല്ലാം എൻ്റെ കൂടെ ശക്തമായി നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പം അതുകൊണ്ടാണ് അവരാണ് എനിക്ക് ധൈര്യം. കാരണം നമ്മളങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, വെള്ളം സിനിമയെ കാണുന്നത് പോലെ 20,000 അക ജോലിയും അങ്ങനത്തെ ആളെന്ന് പറയാം. അത് സിനിമയ്ക്ക് വേണ്ടി പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമാറ്റിക്കായിട്ട് പറഞ്ഞതാണ്. ഞാനൊരു സാധാരണക്കാരാണ്, അത്യാവശ്യം എക്സ്പോർട്ടൊക്കെ ചെയ്ത് ഒന്ന് ഇങ്ങനെ പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, കുറച്ച് ഇതിൻ്റെ പേരിൽ സപ്ലൈസിന് പൈസ കൊടുക്കാനുണ്ട്. എല്ലാവരും എല്ലാവരും ഒരു സർക്കിളല്ലേ. നമ്മൾ ഈ 4-5 കോടി ഇവിടെ ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമ്മളിത് ഈ നാളെ ഇപ്പോൾ നമ്മളെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് പിന്നെ എന്താ ഇയാൾ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് മുൻകൂട്ടി ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കുറേ ആൾ ചീറ്റ് ചെയ്തോടെ നമുക്കിങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്. വേറെ എന്തെങ്കിലും ചോദിക്കണ്ട. ആരോപണ വിധേയനായ ആള് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ അയാൾക്കെതിരെ കേസുകളൊന്നുമില്ല എന്ന് പറയുന്നു. കേസുകളുള്ളതായിട്ട് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. ഓസ്ട്രേലിയൻ വിമാനത്താവളത്തിൽ 6 മണിക്കൂർ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞു, അത് പരിശോധനയുടെ ഭാഗമായിട്ട് ക്ലിയർ ചെയ്യുന്നു പറയുന്നു. കേരളത്തിൽ അയാൾക്കെതിരെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത് FIR ഇട്ടിരിക്കുന്നത് കണ്ണൂരിലെ കേസാണ്. കണ്ണൂരിലെ കേസും പിന്നെ എൻ്റെ കേസും നടക്കാവിലെ കേസും. കണ്ണൂരിലെ കേസ് എത്രത്തോളം ആയിട്ടുണ്ട്? കണ്ണൂരിലെ കേസ് അവരന്വേഷിക്കുന്നുണ്ട്. അവരന്വേഷിച്ചിട്ട് പോയിട്ടാണല്ലോ പരിയാരം പോലീസിന് കിട്ടിയ പേരാണല്ലോ അയാളെ കുറിച്ചിട്ട് ഭയങ്കര മോശമായ അഭിപ്രായം നാട്ടിൽ തന്നെ. അവരെ ബാക്കിയുള്ളവരൊക്കെ എത്രത്തോളം കേസിലുണ്ട്? അവരൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ? അല്ല, ഞാനത് നോക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റില്ല. അവരിൽ നാളെ കേസ് മാറും കോംപ്രമൈസോ എന്ന് പറയാൻ പറ്റില്ല. ഞാനും എൻ്റെ പൈസ തന്നെ ഞാൻ ഇന്ന് പിന്മാറും. എൻ്റെ പൈസ വേണം. എൻ്റെ പൈസ വേണം. പിന്നെ ഈ ഇത്രയും ചതി നടന്നിട്ടും ഇയാൾ ഇപ്പോഴും കുറെ ആൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതാണ് എനിക്ക് ഏറ്റവും വിഷമം. മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇയാൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അപ്പോൾ അവരൊക്കെ എവിടെയാണ്? നിർമ്മാതാക്കൾ ചതിക്കപ്പെട്ടിട്ട് അവരൊക്കെ എവിടെ? അവര് പിന്നെ FIR ഇട്ടിട്ടുണ്ട്. ഞാൻ പറയാം, സന്തോഷാണ് സിനിമയിൽ സന്തോഷം. അത് ആൾമാറാട്ടത്തിന്റെ കേസാണ്. അത് സാധാരണ നോൺ വെയിലബിൾ കേസാണ്, ആൾമാറാട്ടാത്ത കേസ്. ഞാൻ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ 16 കണ്ടന്റ് അയച്ചു കൊടുത്തത് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തിരിച്ചു വരുമ്പല്ലേ പുള്ളിനെ കുറിച്ച് ഇത്രയും ഭയങ്കര മോശമായ അഭിപ്രായം കിട്ടുന്നത്. കാരണം എവിടെ ആളോട് പറയാം, വാട്ടർമാൻ മുരളിക്ക് ഞാൻ 5-10 കോടി കൊടുത്തിട്ടുണ്ടെന്ന്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വേണ്ടി നിങ്ങൾക്ക് എടുപ്പ് ഓപ്പണാക്കി തരാം. ഏതെങ്കിലും തരത്തിൽ ശിവു എനിക്ക് പൈസ തന്നിട്ടുണ്ടോ? ചട്ടിയാനൊക്കെ പുള്ളി പറഞ്ഞ കണ്ടീഷൻ അംഗീകരിക്കണം. ഇത്രയും ഫസ്റ്റ് പോയ 15 കണ്ടിട്ട് പൈസ തരാൻ പറ്റില്ല. ഞാൻ ആദ്യം ഞാൻ വേണ്ട വെച്ചാണ്. പിന്നെ ഇത്രയും സാധനം വിറ്റു. പിന്നെ ഞാനത് കണ്ട പൈസ വേണ്ട നോക്കണം. പിന്നെ പുള്ളി പറയാം അവിടെ സ്റ്റോറേജിന് പൈസ, ഇത് പൈസ, അത് പൈസ. അതൊക്കെ 65-35% എത്രയാണോ അതാണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ അറിയാണ്ട് എൻ്റെ കമ്പനിയിൽ നിന്ന് റിമൂവ് ആക്കുകയും ചെയ്തു. ഞാൻ അതിന് അവിടുത്തെ നഷ്ടം സഹിക്കണം. അതല്ലല്ല. ഞാനിപ്പോഴും പറയാം 30% ഞാൻ അവിടുത്തെ നഷ്ടത്തിന് ബാധ്യസ്ഥനാണ്, അയാൾക്ക് വന്ന നഷ്ടത്തിന്. പക്ഷെ അയാളെ റിമൂവ് ആക്കി കമ്പനിയിൽ നിന്ന് മാറ്റി. ഇപ്പൊ ഞാൻ ആഫ്രിക്കയിൽ ദുബായ് കമ്പനി വഴിയായിട്ടുണ്ട്. അവർക്ക് വാട്ടർമാൻ ടൈൽസ് ആൻഡ് ഫ്ലോറിംഗ് ദുബായ് കമ്പനി വഴിയായിട്ട്. ഇല്ല, അതിന് അവിടെ വാട്ടർമാൻ്റെ പേര് തുടങ്ങാൻ പറ്റുമോ? കാരണം പുള്ളി ഓൾറെഡി വാട്ടർമാൻ ടൈൽസിന്റെ കമ്പനി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് എത്ര നിയമ തടസ്സമുണ്ട് അവിടെ ഇപ്പം അന്വേഷിച്ചിട്ട് എനിക്ക് എൻ്റെ പേര് തുടങ്ങുന്നതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ US തുടങ്ങിയത് വാട്ടർമാൻ ടൈൽസിന്റെ കമ്പനിയാണ് തുടങ്ങിയത്. പക്ഷേ നമ്മൾ വിചാരിക്കാത്തത്ര നല്ല ആൾക്കാരുണ്ടാവും, നമ്മൾ വിചാരിക്കാത്തത്ര മോശം. ഒരുപാട്
10-79 രാജ്യത്ത് ഞാൻ പോയി. ഞാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ എന്നിട്ടും എനിക്ക് തെറ്റ് പറ്റിപ്പോയി. വാട്സാപ്പ് നമ്പറൊക്കെ ഉണ്ട്. ഇപ്പം ഒരേ പേഴ്സണായിട്ട് തരാം, പുള്ളിക്കാൻ ഞാൻ പറയുന്നത് ശരിയാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാട്ടെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഇനി ഇതിനെതിരെ പല ആരോപണങ്ങളും വരും, അപ്പം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ വളരെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ അത് ഞാൻ കേട്ടു. അത് GST നടക്കുന്നില്ല, പല കമ്പനിയും GST നടക്കുന്നില്ല എന്നല്ല കാരണം അവിടുന്ന് കിട്ടിയ വിവരം. അത് തെളിവുകൾ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് തെളിവുകൾ അവർ ഹാജരാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിബു പരാതി പോയിട്ടില്ല. ഷിബു അല്ലേ ഒരാളെ കൊണ്ട്, പിന്നെ യൂട്യൂബറെ കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട്, ഞാൻ ഇപ്പോഴും പുള്ളിയുടെ ഫോട്ടോ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ തന്നിട്ടില്ല. എൻ്റെ ഫോട്ടോ, പിന്നെ അവിടെ എൻ്റെ പാർട്ട്ണർ ഫോട്ടോ, അവൻ്റെ വൈഫിൻ്റെ ഫോട്ടോ, അതൊക്കെ വെച്ചിട്ടാണ് ഈ യൂട്യൂബർ അയാൾ ഒന്നും അറിയില്ല. അയാൾ കാര്യമായിട്ടാണ് ചെയ്തത്. എനിക്കെന്തോ വക്കീൽ നോട്ടീസ് വന്നിട്ട് പറഞ്ഞു, അറിയില്ല. അല്ല, വൈഫാണ് നോക്കിയത്. വൈഫിന് കൊടുക്കൂലല്ല, ഞാൻ തന്നെ പോയി വാങ്ങണത്. കൊടുത്തിട്ടുണ്ടാവും. തന്നെ അയാൾ പിന്നെ അയാളെല്ലാവരെയും ഈ ഡിഫൈമേഷന് പോകുന്ന ഒരാളാണ് അയാൾ, എന്തായാലും ഉണ്ടാവും. ഒന്നുമില്ല. പിന്നെ പുള്ളിന്റെ മാതൃഭൂമിക്കെതിരെ പുള്ളി കേസ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ സത്യസന്ധമായ ന്യൂസ് ചെയ്തത് ആൾക്കാർക്കെതിരെ എങ്ങനെ പോകാൻ പറ്റും? ഇത്രയും പ്രൂഫ് അവരെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ എതിര് പോട്ടെ. ഇത് പോലീസ് പിന്നെ ഗവൺമെന്റും ഇത് ശരിക്കും സപ്പോർട്ടായിട്ട് അന്വേഷിച്ചാൽ നമ്മൾ വിചാരിക്കാത്ത അത്ര തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന നല്ല വിശ്വാസം. അത് ഗവൺമെന്റും പോലീസുകാരും കൂടി ചെയ്യട്ടെ. കാരണം ഒരുപാട് ആൾക്കാർ ഇയാൾ നിമിത്തം, ഒരുപാട് കുടുംബങ്ങൾ ഇയാൾ നിമിത്തം വേദന അനുഭവിക്കുന്നുണ്ട്. പലരും പുറത്തു പറയാൻ പേടിയാണ്. ഓസ്ട്രേലിയയിലൊക്കെ നിയമം, ഓസ്ട്രേലിയക്ക് ഭീഷണിപ്പെടുത്തും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഓസ്ട്രേലിയയൊക്കെ ഒരു കള്ളൻ വീട്ടിൽ കയറിയിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ പോലീസിനെ വിളിച്ചാൽ പറയും അത് അവർ പോട്ടെ, ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയും. പിന്നെ അവർ അന്വേഷിച്ച് കണ്ടുപിടി പോയി. അതാണ് അവിടുത്തെ നിയമം. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആരും അതിൻ്റെ ബാങ്കിൽ പോകുന്നില്ല. പക്ഷെ ഇപ്പം കുറച്ച് ആൾക്കാർ ബാങ്കിൽ പോയി തുടങ്ങി. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു അനധികൃതമായിട്ട് റിസോർട്ട് നടത്തുന്നുണ്ട് ചെമ്പക്കുളത്ത്. അതിന്റെ പരിസ്ഥിതി പ്രവർത്തകർ അവരവിടെ അതിലെല്ലാം പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. വേറെ പിന്നെ കമ്പനി, സൈബർ സിസ്റ്റം കമ്പനി കൂടി ഉണ്ട് തോന്നുന്നു, അറിയില്ല, അങ്ങനെ കേട്ടു. അല്ല, ഞാൻ എനിക്ക് എന്റെ കാര്യം പറഞ്ഞാൽ പോരെ. ഞാൻ തെറ്റ് ചെയ്തോണ്ടാണ് എനിക്ക് എന്റെ കാര്യം പറഞ്ഞാൽ പോരെ. അല്ല, അത് ഒരു തരത്തിൽ നിങ്ങൾ പറഞ്ഞ ശരിയാണ്. പക്ഷെ ഞാനിപ്പോ എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആണെങ്കിൽ എനിക്ക് എവിടെയും പോയി പറയാം. പുള്ളി ചിലപ്പം എത്ര വലിയ ആളായാലും അതെനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്റെ ഭാഗം സത്യമാണ്. ഞാനിപ്പോ നിങ്ങളുടെ കൂടി ഇത്രയും ആൾക്കാരെ മുമ്പിൽ വിളിച്ചു പറയുന്നത്. താങ്കൾക്ക് പണം അയാൾ തിരിച്ചു തന്നാൽ പരാതി പിൻവലിക്കാൻ തയ്യാറാണ്? എന്റെ പരാതി ഞാൻ പണം തിരിച്ചു തരാൻ പിൻവലിക്കും. പിന്നെ എന്നെ കുറിച്ചിട്ടും വളരെ മോശമായിട്ട് അയാൾ യൂട്യൂബിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അയാൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വന്നത്. തെളിവുകൾ ആരെങ്കിലും ആവശ്യപ്പെടാൻ ഞാൻ എല്ലാവർക്കും തരാൻ തയ്യാറാട്ടാ.
എല്ലാവർക്കും തരാൻ തയ്യാറാണ് ഡോക്യുമെന്റ്സ് വേണ്ടെങ്കിൽ. നിങ്ങൾക്ക് 3 FIR കോപ്പി, 2 FIR കോപ്പി ഉണ്ട്. തൃശ്ശൂർ FIR കോപ്പി ഇന്ന് വൈകുന്നേരം നാളെ കിട്ടും. അതെ 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 അതെ. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് പേജുകളുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി ആ വാട്ടർമാൻ ടാക്സിന്റെ കമ്പനിയിലേക്ക് എത്രത്തോളം പൈസ വന്നിട്ടുണ്ട്. കംപ്ലൈന്റ് സാധനമാണ് അയാൾ പറഞ്ഞത്. കംപ്ലൈന്റ് എന്ന് പറഞ്ഞ പിന്നെ ആ കമ്പനിന്റെ അക്കൗണ്ടിൽ ഒരുപാട് പൈസ വന്നിട്ടുണ്ട് ടൈൽസ് വിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ വന്നു? നമുക്ക് നിർത്താം അല്ലേ? വേറൊന്നുമില്ല. എന്തായാലും എല്ലാവർക്കും ഒന്നും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുന്നു.